അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം വിചാരിക്കുന്ന കാര്യം വിചാരിച്ചതുപോലെ അതിനേക്കാൾ വളരെ മനോഹരമായ രീതിയിൽ ചിലപ്പോൾ നാം വിചാരിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ട വളരെ ഇത് ചെയ്യാൻ കൂടിയാൽ 1 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ ദിക്റുകൾ അതൊക്കെ നല്ലതാണ്. അതൊക്കെ ഒന്നും പാരായണം ചെയ്യേണ്ട. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് സ്വഹിയായ ഹദീസിനും പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ച കാര്യമാണ്. ഇത് ഉറപ്പാണ്. കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹിയായ ഹദീസിൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തീർച്ചയായും അത് ജീവിതത്തിൽ നടക്കും. കാരണം തമാശക്ക് പോലും കളവ് പറയാത്ത മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്താൽ നമ്മുടെ ജോലി, നമ്മുടെ യാത്ര, നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ എന്ത് പ്രശ്നമാണെങ്കിലും നാം അറിയാതെ അത്ഭുതകരമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അത് നമുക്ക് പരിഹരിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടാകും. ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചവരുണ്ടാകും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ വന്ന് പറയും, ഉസ്താദേ തീർച്ചയായും ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബിസിനസ് വലിയ പ്രയാസത്തിലാവില്ലേ, നിങ്ങൾ വലിയ ദരിദ്രത്തിലാവില്ലേ? ഇതുകൊണ്ടാണ് ഉസ്താദെ ഞാൻ ഇന്ന് വലിയ ഉന്നതിയിൽ എത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒറ്റൊരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇന്നും ഞാൻ വിജയിച്ചിട്ടുള്ളത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. കാരണം ഇത് മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കും. ഇത് തീർച്ചയാണ്, ഇത് എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 73 സമ്മാനങ്ങളാണ് ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അതിൽ ഒരു കാര്യം കതബല്ലാഹു ലഹു, അതിൽ ഒരു കാര്യം വാഹിദത്തുൻ ഫിഹാ സ്വലാഹും അംരി കുല്ലിഹാ, അതിൽ ഒരു കാര്യം എന്നുള്ളത് സലാഹുൻ അംറിൻ, അവൻ്റെ എല്ലാ കാര്യവും നന്നാകുമെന്നുള്ളതാണ്. അവൻ്റെ എല്ലാ കാര്യം, അവൻ്റെ ഏത് കാര്യം, അവൻ്റെ ജോലിയോ അത് നന്നായി കിട്ടും, അവൻ്റെ കച്ചവടമാണ് അത് നന്നായി കിട്ടും, അല്ല അവൻ്റെ മക്കളാണ് അത് നന്നായി കിട്ടും, അല്ല അവനക്ക് ദീർഘായുസ്സാണ് വേണ്ടത് അതും കിട്ടും. ദീർഘായുസ് അല്ലാഹു ഒരാൾക്ക് മരണം നിശ്ചയിച്ച് എന്നിട്ടും പിന്നെ ദീർഘായുസ് കിട്ടുമോ? തീർച്ചയായും കിട്ടും. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് തിരിച്ചു വരുമോ? റസൂൽ പറഞ്ഞു, ഇല്ല ഇല്ല, നിൻ്റെ ഭർത്താവ് തിരിച്ചു വരില്ല, കാരണം നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുമെന്നാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്നു. യാ ഹബീബല്ലാ, എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു, അങ്ങ് കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. റസൂൽ കള്ളം പറയുമോ? ആ സ്വഹാബി വനിതക്ക് അത്ഭുതമായി. ഇല്ല, നിൻ്റെ ഭാര്യ ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ് നിൻ്റെ ഭർത്താവിന് അള്ളാഹു ദീർഘായുസ് കൊടുത്തത് കൊണ്ട് നിൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു എന്നാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വനിതയോട് പറഞ്ഞു. അത്രയും അത്ഭുതകരമായ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, അഹബ്ബുന്നാസി, ജനങ്ങളിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അവരെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു, എപ്പോഴും അവരെ സഹായിക്കുന്ന കാര്യത്തിൽ എന്നും അള്ളാഹു നിരന്തരനായിരിക്കും എന്നാണ്. അള്ളാഹു പറയുന്നു, അവൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ എണ്ണിയാൽ തീരാത്ത കിതാബിൻ്റെ ഉദ്ധരണികൾ, ഹദീസുകൾ, ഖുർആൻ്റെ ആയത്തുകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് സമയങ്ങളും ലെങ്ത് എൻ്റെ പ്രിയപ്പെട്ടവർ കൂടിപ്പോകും. നിങ്ങൾക്കത് കേൾക്കാനും വലിയ പ്രയാസം ഉണ്ടാകും. ഏതാണ് അത്രയും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണവേളയിൽ പോലും നാം പറയുന്നത് ആ കാര്യത്തെക്കുറിച്ചാണ്. കാരണം അതത്ര വലുതായത് കൊണ്ടാണ്. ഒരാൾ മരിക്കുന്ന നേരം പറയേണ്ടത് എന്താണ്? ഞാൻ ഹജ്ജ് ചെയ്യാം, നമസ്കാരം, ഒന്നുമല്ല, ഈ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട്? അത് അത്രയും വലുതായത് കൊണ്ട് രക്ഷപ്പെടാൻ ഇനിയുള്ള മാർഗം അവസാനം ഘട്ടമാണ്. പക്ഷെ മാർഗം ഇതേ ഒന്നുള്ളൂ, ഇത് ചെയ്താൽ തീർച്ചയായും രക്ഷപ്പെടും. അതുകൊണ്ടാണ് ആ സമയത്ത് ആ ഒരു കാര്യം പറയുന്നത്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആ കാര്യം? നമുക്കൊക്കെ അറിയുന്നതാണ്. നിമിഷങ്ങളോ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട. നാം ഒരു സൂറത്ത് നിർദ്ദേശം ചുരുങ്ങിയതൊരു 10-15 നിമിഷമെങ്കിലും വേണം. ഇതിനതൊന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഒന്നെടുക്കാം. കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരെങ്കിലും, നമ്മുടെ അറിവിൽപ്പെട്ടവർ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ
ആരെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. മന്നഗാസ മൽഹൂഫൻ, ഒരാൾ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ അഗാസല്ലാഹു, അള്ളാഹു അവനെ ചേർത്ത് പിടിക്കും, അള്ളാഹു അവനെ രക്ഷപ്പെടും. എന്താ അതിന് വഴി? നമ്മുടെ കയ്യിലുള്ള മൊബൈലൊന്ന് എടുക്കാം, അതിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും നമ്മുടെ ചുറ്റുവക്കത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ സ്വലാഹു അംറിഹി, അവൻ്റെ എല്ലാ കാര്യം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നന്നാക്കി കൊടുക്കുമെന്നാണ്. ഇത് ഉറപ്പാണ്, ഇത് ഉറപ്പുള്ള ഹദീസാണ്, സ്വഹീഹാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലെ കൂട്ടത്തിൽ എങ്ങനെ ആരും പ്രയാസത്തിലില്ല, എന്നാൽ ഉറപ്പായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. കാരണം ഒരുപാട് ആളുകൾ എന്നെ ഫോൺ വിളിച്ച് പല പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഉസ്താദ്, എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ? വലിയ പ്രയാസത്തിലാണ്. കാരണം വാടക കൊടുക്കാതെ വീട്ടിൽ കുടുങ്ങി, ജോലിയില്ലാതെ മാസക്കണക്കിന് പ്രയാസത്തിൽ വീട്ടിൽ വാടക വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി, അങ്ങനെ ഒരു രോഗം കൊണ്ട് പ്രയാസം, മാരകമായ രോഗം കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പക്ഷേ അഭിമാനം കൊണ്ട് പുറത്ത് പറയാൻ പറ്റാതെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരിതാ ഈ കാണുന്ന താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ തീർച്ചയായും അള്ളാഹു നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ എല്ലാ കാര്യം, അതിൽ ഒന്ന് ദുനിയാവിൻ്റെ എല്ലാ കാര്യം നന്നാക്കി തരും. ബാക്കി 72 കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ, ആ 72 സമ്മാനങ്ങളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പരലോകത്തിലേക്ക് അള്ളാഹു നീക്കി വെച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ഹദീസുകൾ നോക്ക്. ഒരു ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുന്നാസി, ജനങ്ങൾ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? അൻഫുഹും ലിന്നാസ്. ആരാണ് അൻഫുഹും ലിന്നാസ്? നിങ്ങൾ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ് എന്നാണ്. നോക്കൂ, മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരുന്ന ലക്ഷക്കണക്കിൽ പ്രതിഫലമാണ്. എന്നാലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരു അടിമയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മന്നഗാസ മൽഹൂഫൻ എന്ന ഹദീസിനെ അതുമായി ബന്ധപ്പെട്ട് നോക്കൂ. അല്ലാഹു ഫി ഔനി അബ്ദി ഔനിഹിൽ അബ്ദി, ഒരു അടിമയോടെ എപ്പോഴും സഹായിക്കുന്നത് അള്ളാഹു നിരന്തരനായിരിക്കും. എപ്പോഴാണ്? മാക്കാനൽ അബ്ദു ഫി ഔനി അഖീഹി, അവൻ്റെ സഹോദരൻ എപ്പോഴെല്ലാം അവൻ ചേർത്ത് പിടിക്കുന്നുണ്ടോ, സഹായിച്ചു കൊണ്ടുണ്ടോ, ആ സമയത്തൊക്കെയും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനെ കൂടെ ഉണ്ടാകും. ആരെങ്കിലും ഈ സഹായത്തിലൂടെ, ഈ ചേർത്ത് പിടിക്കലിലൂടെ ഒരാളെ മനസ്സിനെ സന്തോഷിപ്പിച്ചാലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ എന്നെ സന്തോഷിപ്പിച്ചതുപോലെ, എന്നെ സന്തോഷിപ്പിച്ചാൽ അത് അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചതുപോലെ എത്ര ഹദീസുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട്. അർറാഹിമൂന യർഹമുർ റഹ്മാൻ, ഒരാൾ മംഫിൽ അർദ് ഇർഹമു മംഫിൽ അർദ് യർഹമുക്കും മംഫിസ് സമാ, ഭൂമിയുള്ളവരോട് ഒരു കരുണയുടെ നോട്ടം, ഒരു ചേർത്ത് പിടിക്കൽ നമുക്കുണ്ടായാൽ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനോട് കരുണ ചെയ്യും എന്ന്. ഇത് മറ്റു ഹദീസാണ്, ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുന്യാ വൽ ആഖിറ, ഒരാൾ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. എത്ര ഹദീസുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്ന് കാവൽ നിൽക്കുകയും ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസപ്പെടുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവൻ, കരയുന്നവനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, തീർച്ചയായും അള്ളാഹു ചേർത്ത് പിടിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്തെങ്കിലും നൽകിയാൽ തീർച്ചയായും അവർ സന്തോഷിക്കും. അവരെ മനസ്സിനെ നിങ്ങൾ സന്തോഷിപ്പിച്ചതിൻ്റെ കാരണത്തിൽ നിങ്ങളും രക്ഷപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.